ഞാൻ ആരംഭിച്ചിരിക്കുന്ന രണ്ടാമത്തെ ചാനലാണ് പ്രകാശ് ഫാമിലി വ്ളോഗ്. ആദ്യ ചാനലായിരുന്ന പ്രകാശ് ട്രാവൽ വ്ളോഗിന് ശേഷം ആരംഭിച്ച രണ്ടാമത്തെ ചാനലാണ് പ്രകാശ് ഫാമിലി വ്ളോഗ്. ഏവരും ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളിപ്പോൾ മെൽബണിൽ നിന്ന് സിംഗപ്പൂർ വഴി കൊച്ചിയിലേക്കുള്ള മടക്കയാത്രയിലാണ്. മെൽബണിൽ നിന്ന് ഇപ്പോൾ സിംഗപ്പൂർ എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സിംഗപ്പൂരിലെ എയർപോർട്ടിനുള്ളിലെ മനോഹരമായ കാഴ്ചകളാണ്. ഞങ്ങൾ ഈ എയർപോർട്ടിനുള്ളിലെ ബഗിയിൽ, അതായത് ബാറ്ററി വണ്ടിയിൽ ഇരുന്ന് യാത്ര ചെയ്തപ്പോൾ കണ്ട കാഴ്ചകളാണ് നിങ്ങളെ ഇവിടെ ഞാൻ കാണിക്കുന്നത്. മനോഹരമായ കാഴ്ചകളാണ് ഈ എയർപോർട്ടിനുള്ളിൽ കാണാൻ സാധിക്കുന്നത്. ആ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ സാദരം ക്ഷണിച്ചോളും. ലോകപ്രശസ്തമായ പല ബ്രാൻഡുകളുടെയും ഷോപ്പുകൾ നമുക്ക് ഈ എയർപോർട്ടിനുള്ളിൽ ഉടനീളം കാണാൻ സാധിക്കും. അത്യന്താധുനികമായ ഉപകരണങ്ങളും സാധനങ്ങളും മറ്റും വിൽക്കുന്ന നിരവധി ഷോപ്പുകളാണ് ഈ എയർപോർട്ടിനുള്ളത്. അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ധാരാളം ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ മറ്റ് യാത്രക്കാരെയെല്ലാം ഈ എയർപോർട്ടിൽ കാണാൻ സാധിക്കും. ഇതൊരു പ്രധാനപ്പെട്ട എയർപോർട്ടാണ്. ലോകത്തിലെ 4ാമത്തെ വലിയ എയർപോർട്ടാണ് സിംഗപ്പൂർ എയർപോർട്ട്. ഏറ്റവും ജനത്തിരക്കേറിയ എയർപോർട്ടുകളിൽ 4ാം സ്ഥാനമാണ് ഈ സിംഗപ്പൂർ എയർപോർട്ടിനുള്ളത്. ഇതിനെ ചാങ്കി എയർപോർട്ട് എന്നും വിളിക്കാറുണ്ട്. ചാങ്കി എന്ന സ്ഥലത്താണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്തതിനാൽ ഇതിനെ ചാങ്കി എയർപോർട്ട് എന്നും വിളിക്കുന്നു. എന്നാൽ കൂടുതലും അറിയപ്പെടുന്നത് സിംഗപ്പൂർ എയർപോർട്ട് എന്നാണ്. ഇത് സിംഗപ്പൂർ ഗവൺമെൻറ് ഉടമസ്ഥയിലുള്ള ഒരു വലിയ എയർപോർട്ടാണ്. ഈ എയർപോർട്ടിൽ 4 ടെർമിനലുകളാണുള്ളത്. ഈ 4 ടെർമിനലുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു സ്കൈ ട്രെയിന് ഈ എയർപോർട്ടിലുണ്ട്. ഈ സ്കൈ ട്രെയിൻ വഴിയാണ് ഒരു ടെർമിനലിൽ നിന്ന് മറ്റൊരു ടെർമിനലിലേക്ക് യാത്രക്കാർ സഞ്ചരിക്കുക. നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ സ്കൈ ട്രെയിൻ ഇവിടെ കാണാൻ സാധിക്കും. ആ സ്കൈ ട്രെയിനിൻ്റെ ദൃശ്യങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് സ്കൈ ട്രെയിൻ സ്റ്റേഷൻ. ഈ സ്റ്റേഷനിൽ കയറിയിട്ടാണ് നമ്മൾ സ്കൈ ട്രെയിനിൽ പ്രവേശിക്കുക. ഈ സ്കൈ ട്രെയിൻ ഇപ്പോൾ പോകുന്നത് ടെർമിനൽ 1-ൽ നിന്നും ടെർമിനൽ 2-ലേക്കാണ്. ഇതൊരു ഓട്ടോമേറ്റഡ് സംവിധാനമാണ്, അതായത് ഡ്രൈവർലെസ് ട്രെയിനാണ്. ഇത് AI ടെക്നോളജി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യാം. അതായത് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ടതില്ല. ഒരു ടെർമിനലിൽ നിന്ന് അടുത്ത ടെർമിനലിലേക്കും അവിടെ നിന്ന് അടുത്ത ടെർമിനലിലേക്കും ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ യാത്രക്കാരെ കൊണ്ടുപോകുന്നു. അവിടെ ആൾക്കാരെ ഇറക്കിയതിന് ശേഷം തിരിച്ച് വീണ്ടും പുറപ്പെട്ട ടെർമിനലിൽ എത്തിച്ചേരും. അങ്ങനെയുള്ള സംവിധാനമാണ് ഈ സ്കൈ ട്രെയിനിനുള്ളത്. ലോകപ്രശസ്തമായ ഒരു ട്രെയിനാണ് ഈ സ്കൈ ട്രെയിൻ. ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ പൈലറ്റാന്ന് പറഞ്ഞില്ലേ? അങ്ങനെ
സിംഗപ്പൂരിലുള്ള 4 മണിക്കൂറിൻ്റെ ലേ ഓവറിന് ശേഷം ഞങ്ങൾ നെടുമ്പാശ്ശേരിക്കുള്ള പ്ലെയിനിൽ ഇപ്പോൾ ബോർഡ് ചെയ്തേക്കാണ്. ഒരു ചെറിയ പ്ലെയിനാണ് സിംഗപ്പൂരിൽ നിന്ന് കൊച്ചിയിലേക്കുണ്ടായിരുന്നത്. അവിടെ നിന്നും ഏകദേശം 2 മണിക്കൂർ യാത്ര ചെയ്ത് പാലായിലുള്ള ഞങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരുകയുണ്ടായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.